ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു PSC ബിഗിനേഴ്സ്. ഇന്ന് നമ്മൾ കെമിസ്ട്രിയിലത്തെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആയിട്ടാണ് വന്നിട്ടുള്ളത്. കഴിഞ്ഞ തവണ വന്ന പോലെ തന്നെ ക്വസ്റ്റ്യൻ ആൻസർ ബേസിലാണ് നമ്മൾ കൂടുതലായിട്ടും അതിന് ഓപ്ഷൻസ് ഒന്നും കൊടുത്തിട്ടില്ല. അങ്ങനെയാകുമ്പോൾ നമുക്ക് കൂടുതൽ കാര്യങ്ങൾ നോക്കാം എന്ന രീതിയിലാണ്. പിന്നെ ഇമ്പോർട്ടൻ്റായി ചോദിച്ച ചില കാര്യങ്ങളെക്കുറിച്ചുള്ള കൂടുതൽ ക്വസ്റ്റ്യൻസും നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഉദാഹരണം ഇലക്ട്രോണ്, ഹൈഡ്രജൻ അങ്ങനെയുള്ള ഭാഗങ്ങളിൽ നിന്ന് ഒരുപാട് ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. ഇലക്ട്രോൺ ആയാലും ശരി, പ്രോട്ടോൺ, ന്യൂട്രോണ്, അതുപോലെ ഹൈഡ്രജൻ, ഓക്സിജൻ, അങ്ങനെ കുറച്ച് ഭാഗങ്ങളിൽ നിന്ന് കൂടുതൽ കാര്യങ്ങൾ ഉൾപ്പെടുത്താനും ശ്രമിച്ചിട്ടുണ്ട്. ഓക്കെ, നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. ഇലക്ട്രോൺ, അതിനെക്കുറിച്ചിട്ടാണ് ആദ്യത്തെ ക്വസ്റ്റ്യൻ. ന്യൂക്ലിയസിനെ ചുറ്റിക്കറങ്ങുന്ന കണിക ഏതാണ് എന്നതാണ് ആദ്യത്തെ ക്വസ്റ്റ്യൻ. ന്യൂക്ലിയസിനെ ചുറ്റിക്കറങ്ങുന്ന കണിക ഏതാണെന്ന് ചോദിച്ചാൽ ഏതാണ്? അത് ഇലക്ട്രോൺ ആണ്. ഒരു ആറ്റത്തിലെ ഏറ്റവും ഭാരം കുറഞ്ഞ മൗലിക കണം ഏതാണ്? ഇലക്ട്രോൺ. ഇലക്ട്രോണിൻ്റെ ചാർജ് കണ്ടെത്തിയത് ആരാണ്? മില്ലിക്കൻ ആണ് ഇലക്ട്രോണിൻ്റെ ചാർജ് കണ്ടെത്തിയത്. ഒരാറ്റത്തിലെ ചലിക്കുന്ന കണങ്ങൾ ഏതാണ്? ഒരാറ്റത്തിലെ ചലിക്കുന്ന കണങ്ങളാണ് ഇലക്ട്രോൺ എന്ന് പറയുന്നത്. ഒരാറ്റത്തിലെ ചലിക്കുന്ന കണങ്ങളാണ് ഇലക്ട്രോൺ എന്ന് പറയുന്നത്. ഇലക്ട്രോണിൻ്റെ ദ്വൈത സ്വഭാവം മുന്നോട്ട് വെച്ചത് ആരാണ്? ലൂയിസ് ഡി ബ്രോഗ്ലി ആണ് ഇലക്ട്രോണിൻ്റെ ദ്വൈത സ്വഭാവം മുന്നോട്ട് വെച്ച വ്യക്തി എന്ന് പറയുന്നത്. ഇലക്ട്രോൺ എന്ന വാക്ക് ആദ്യമായി ഉപയോഗിച്ചത് ആരാണ്? ജോൺ സ്റ്റോയി ആണ് ഇലക്ട്രോൺ എന്ന വാക്ക് ആദ്യമായി ഉപയോഗിച്ച വ്യക്തി. അപ്പോൾ ഒന്നോട് നോക്കാം. ന്യൂക്ലിയസിനെ ചുറ്റിക്കറങ്ങുന്ന കണിക ഏതാണ്? ഇലക്ട്രോൺ. ഒരു ആറ്റത്തിലെ ഏറ്റവും ഭാരം കുറഞ്ഞ മൗലിക കണം ഏതാണ്? ഇലക്ട്രോൺ. ഇലക്ട്രോണിൻ്റെ ചാർജ് കണ്ടെത്തിയത് ആരാണ്? മില്ലിക്കൻ ആണ്. ഒരാറ്റത്തിലെ ചലിക്കുന്ന കണങ്ങൾ ഏതാണ്? ഇലക്ട്രോൺ ആണ്. ഇലക്ട്രോണിന് ദ്വൈത സ്വഭാവം മുന്നോട്ട് വെച്ചത് ആരാണ്? ലൂയിസ് ഡി ബ്രോഗ്ലി ആണ്. ഇലക്ട്രോൺ എന്ന വാക്ക് ആദ്യമായി ഉപയോഗിച്ചത് ആരാണ്? ജോൺ സ്റ്റോയി ആണ്. ഇനി ഇലക്ട്രോൺ കണ്ടെത്തിയത് ആരാണ്? ജെ തോംസൺ ആണ്. ഇലക്ട്രോൺ കണ്ടെത്തിയത് ജെ തോംസൺ ആണ്. ഇലക്ട്രോണിൻ്റെ മാസ് എത്രയാണ്? -9.109 × 10⁻³ kg ആണ്. ഇലക്ട്രോണിൻ്റെ ചാർജ് എത്രയാണ്? -1.602 × 10⁻19 കൂളോം ആണ്. അപ്പോൾ അത് ഇമ്പോർട്ടൻ്റ് ആണ്, പഠിച്ചു വയ്ക്കുക. ലോഹങ്ങളുടെ ചാലകത നിർണ്ണയിക്കുന്നത് ആരാണ്? ലോഹങ്ങളുടെ ചാലകത നിർണ്ണയിക്കുന്നത് ഇലക്ട്രോൺ ആണ്. ആറ്റത്തിലെ നെഗറ്റീവ് ചാർജുള്ള കണം ഏതാണ്? ഇലക്ട്രോൺ. ഇലക്ട്രോണിൻ്റെ ചാർജ് കണ്ടെത്താനായി നടത്തിയ പരീക്ഷണം ഏതാണ്? ഓയിൽ ഡ്രോപ്പ് പരീക്ഷണമാണ്. ഇലക്ട്രോണിൻ്റെ മാസും ഇലക്ട്രിക്കൽ ചാർജും തമ്മിലുള്ള അനുപാതം കണ്ടെത്തിയത് ആരാണ്? ജെ തോംസൺ ആണ്. ഇലക്ട്രോണിൻ്റെ മാസും ഇലക്ട്രിക്കൽ ചാർജും തമ്മിലുള്ള അനുപാതം കണ്ടെത്തിയത് ജെ തോംസൺ ആണ്. ഏത് പരീക്ഷണത്തിലൂടെയാണ് എന്ന് ചോദിച്ചാൽ കാഥോഡ് റേ പരീക്ഷണത്തിലൂടെയാണ്. ഒരു പദാർത്ഥത്തിൻ്റെ രാസ സ്വഭാവം നിർണ്ണയിക്കുന്നത് ആരാണ്? ഇലക്ട്രോൺ ആണ്. ഒന്നോടെ നോക്കാം. ഇലക്ട്രോൺ കണ്ടെത്തിയത് ജെ തോംസൺ ആണ്. ഇലക്ട്രോണിൻ്റെ മാസ് -9.109 × 10⁻31 kg ആണ്. ഇലക്ട്രോണിൻ്റെ ചാർജ് എന്ന് പറയുന്നത് -1.602 × 10⁻90 കൂളമാണ്. ഇനി ലോഹങ്ങളുടെ ചാലകത നിർണ്ണയിക്കുന്നത് ആരാണ് എന്ന് ചോദിച്ചാൽ ആരാണ്? ഇലക്ട്രോൺ ആണ്. ആറ്റത്തിലെ നെഗറ്റീവ് ചാർജുള്ള കണം ഏതാണ്? ഇലക്ട്രോൺ ആണ്. ഇലക്ട്രോണിൻ്റെ ചാർജ് കണ്ടെത്താനായി നടത്തിയ പരീക്ഷണം ഏതാണ്? ഓയിൽ ഡ്രോപ്പ് പരീക്ഷണമാണ്. ഇലക്ട്രോണിൻ്റെ മാസും ഇലക്ട്രിക്കൽ ചാർജും തമ്മിലുള്ള അനുപാതം കണ്ടെത്തിയത് ആരാണ്? ജെ തോംസൺ ആണ്. ഏത് പരീക്ഷണത്തിലൂടെയാണെന്ന് ചോദിച്ചാൽ കാഥോഡ് റേ പരീക്ഷണത്തിലൂടെയാണ്. ഒരു പദാർത്ഥത്തിൻ്റെ രാസ സ്വഭാവം നിർണ്ണയിക്കുന്നത് ആരാണ്? ഇലക്ട്രോൺ ആണ്. ഒരു പദാർത്ഥത്തിൻ്റെ രാസ സ്വഭാവം നിർണ്ണയിക്കുന്നത്. ഇനി ന്യൂട്രോൺ, നമുക്കറിയാലേ, ഇലക്ട്രോൺ, പ്രോട്ടോൺ, ന്യൂട്രോൺ ഇമ്പോർട്ടൻ്റ് ആയ കാര്യങ്ങളാണ് ഈ മൂന്നും. ആറ്റത്തിലെ ചാർജ് ഇല്ലാത്ത കണം ഏതാണ്? ന്യൂട്രോൺ ആണ്. ഒരു ആറ്റത്തിലെ ഏറ്റവും ഭാരം കൂടിയ മൗലിക കണം ഏതാണ്? ന്യൂട്രോൺ ആണ്. ന്യൂക്ലിയസിൽ ന്യൂട്രോൺ ഇല്ലാത്ത മൂലകം ഏതാണ്? ഹൈഡ്രജൻ ആണ്. ന്യൂക്ലിയസിൽ ന്യൂട്രോൺ ഇല്ലാത്ത മൂലകം ഏതാണ്? ഹൈഡ്രജൻ ആണ്. ന്യൂട്രോണിൻ്റെ എണ്ണം മാസ് നമ്പർ മൈനസ് ആറ്റോമിക നമ്പർ ആണ്. അതായത് മാസ് നമ്പറിൽ നിന്ന് ആറ്റോമിക നമ്പർ കുറച്ചാൽ കിട്ടുന്നതാണ് എന്തെന്ന് പറയുന്നത്? ന്യൂട്രോണിൻ്റെ എണ്ണം എന്ന് പറയുന്നത്. ഇനി ഒരാറ്റം വൈദ്യുതപരമായി നിർവീര്യമായിരിക്കാൻ കാരണം എന്താണ്? അത് ഇമ്പോർട്ടൻ്റ് ക്വസ്റ്റ്യൻ ആണ്. ഒരാറ്റം വൈദ്യുതപരമായി നിർവീര്യമായിരിക്കാൻ കാരണം എന്താണ്? പ്രോട്ടോണുകളുടെയും അതുപോലെ ഇലക്ട്രോണുകളുടെയും എണ്ണം തുല്യമായതിനാലാണ് ഒരാറ്റം വൈദ്യുതപരമായി നിർവീര്യമായിരിക്കാൻ കാരണം. ഒന്നുകൂടെ പറയാം. ഒരാറ്റം വൈദ്യുതപരമായി നിർവീര്യമായിരിക്കാൻ കാരണം എന്താണ്? പ്രോട്ടോണുകളുടെയും അതുപോലെ ഇലക്ട്രോണുകളുടെയും എണ്ണം തുല്യമായതിനാലാണ് ഒരാറ്റം വൈദ്യുതപരമായി നിർവീര്യമായിരിക്കാൻ കാരണം. ഹൈഡ്രജൻ എന്ന മൂലകത്തിൻ്റെ ഏത് ഐസോട്ടോപ്പാണ് ആണവ നിലയങ്ങളിൽ ഉപയോഗിക്കുന്നത്? ഹൈഡ്രജൻ്റെ ഏത് ഐസോട്ടോപ്പാണ് ആണവ നിലയങ്ങളിൽ ഉപയോഗിക്കുന്നത്?
ഡ്യൂട്ടീരിയം ആണ് ആണവ നിലയങ്ങളിൽ ഉപയോഗിക്കുന്നത്. ആറ്റത്തിൻ്റെ സൗരയൂഥ മാതൃക അവതരിപ്പിച്ചത് ആരാണ്? ആറ്റത്തിൻ്റെ സൗരയൂഥ മാതൃക അവതരിപ്പിച്ചത് റൂദർഫോർഡ് ആണ് ആറ്റത്തിൻ്റെ സൗരയൂഥ മാതൃക അവതരിപ്പിച്ചത്. ഇനി ആറ്റത്തിൻ്റെ ഘടനയെക്കുറിച്ച് സാങ്കല്പിത രൂപം അവതരിപ്പിച്ചത് ആരാണ്? ജെ തോംസൺ ആണ്. ജെ തോംസന്റെ ആറ്റം മോഡൽ അറിയപ്പെടുന്നത് എങ്ങനെയെല്ലാമാണ്? പ്ലം പുഡിംഗ് മോഡൽ, റൈസിംഗ് പുഡിംഗ് മോഡൽ, വാട്ടർമെലൺ മോഡൽ എന്നെല്ലാം അറിയപ്പെടുന്നത് ജെ തോംസന്റെ ആറ്റം മോഡലുകളാണ്. ഏതൊക്കെയാണ്? പ്ലം പുഡിംഗ് മോഡൽ, റൈസിംഗ് പുഡിംഗ് മോഡൽ, വാട്ടർമെലൺ മോഡൽ എന്നെല്ലാം അറിയപ്പെടുന്നത് ജെ തോംസന്റെ ആറ്റം മോഡലുകളാണ്. അപ്പോൾ റൂദർഫോർഡിന്റെ ചോദിച്ച ഏതാണ്? സൗരയൂഥ മാതൃകയാണ്. താഴെ പറയുന്നവയിൽ ഹരിതഗൃഹവാതകം ഏതാണ് എന്നതാണ് ക്വസ്റ്റ്യൻ. ഹരിതഗൃഹവാതകം ഏതാണ് എന്നാണ്. ഓപ്ഷൻ എ ഓക്സിജൻ, ഓപ്ഷൻ ബി നൈട്രജൻ, ഓപ്ഷൻ സി കാർബൺ ഡൈ ഓക്സൈഡ്, ഓപ്ഷൻ ഡി ഓസോൺ ആണ്. ഇതിൽ ഹരിതഗൃഹവാതകം ഏതാണ്? ഓപ്ഷൻ സി കാർബൺ ഡൈ ഓക്സൈഡ് ആണ്. താഴെ പറയുന്നവയിൽ ഹരിതഗൃഹവാതകം എന്ന് പറയുന്നത് അഗ്നിശമനികളിൽ ഉപയോഗിക്കുന്ന കാർബൺ സംയുക്തം ഏതാണ്? അഗ്നിശമനികളിൽ ഉപയോഗിക്കുന്ന കാർബൺ സംയുക്തമാണ് കാർബൺ ഡൈ ഓക്സൈഡ് എന്ന് പറയുന്നത്. കാർബണും കാർബണിക സംയുക്തങ്ങളും വായുവിൽ കത്തുമ്പോൾ ഉണ്ടാകുന്ന ഉൽപ്പന്ന വാതകം ഏതാണ്? കാർബണും കാർബണിന്റെ സംയുക്തങ്ങളും വായുവിൽ കത്തുമ്പോൾ ഉണ്ടാകുന്ന ഉൽപ്പന്ന വാതകമാണ് കാർബൺ ഡൈ ഓക്സൈഡ് എന്ന് പറയുന്നത്. സോഡ വാട്ടർ, സോഫ്റ്റ് ഡ്രിങ്ക്സ് എന്നിവ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന കാർബൺ സംയുക്തം ഏതാണ്? കാർബൺ ഡൈ ഓക്സൈഡ് ആണ് സോഡ വാട്ടർ, സോഫ്റ്റ് ഡ്രിങ്ക്സ് എന്നിവ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന കാർബൺ സംയുക്തം. യൂറിയ പോലുള്ള രാസവളങ്ങളുടെ നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന കാർബൺ സംയുക്തം ഏതാണ്? കാർബൺ ഡൈ ഓക്സൈഡ് ആണ് യൂറിയ പോലുള്ള രാസവളങ്ങളുടെ നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന കാർബൺ സംയുക്തം എന്ന് പറയുന്നത്. അടുത്തത് തെളിഞ്ഞ ചുണ്ണാമ്പ് വെള്ളത്തിലെ പാൽ നിറമാക്കുന്ന വാതകം ഏതാണ്? കാർബൺ ഡൈ ഓക്സൈഡ് ആണ്. ഈ ക്വസ്റ്റ്യൻ നമ്മൾ ഒരുപാട് തവണ കേട്ടിട്ടുണ്ടാവുമായിരിക്കും അല്ലേ? അതുകൊണ്ട് ഇതാർക്കും തെറ്റാൻ സാധ്യതയില്ല. അപ്പം നമ്മളിപ്പോൾ നോക്കിയത് മുഴുവൻ എന്തിനെ കുറിച്ചിട്ടാണ്? കാർബൺ ഡൈ ഓക്സൈഡിനെ കുറിച്ചിട്ടാണ്. അപ്പോൾ ഹരിതഗൃഹവാതകമാണ് എന്ന് പറയുന്നത് കാർബൺ ഡൈ ഓക്സൈഡ് എന്ന് പറയുന്നത്. അത് എവിടെയെല്ലാം ഉപയോഗിക്കുന്നുണ്ട്? അഗ്നിശമനികളിൽ ഉപയോഗിക്കുന്നുണ്ട്. അതുപോലെ സോഡ വാട്ടർ, സോഫ്റ്റ് ഡ്രിങ്ക് എന്നിവ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന ഒരു കാർബൺ സംയുക്തവുമാണ് എന്ന് പറയുന്നത് കാർബൺ ഡൈ ഓക്സൈഡ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ യൂറിയ പോലുള്ള രാസവളങ്ങളുടെ നിർമ്മാണത്തിനും ഇത് ഉപയോഗിക്കുന്നുണ്ട്. അതുകൂടാതെ നമ്മൾ എന്താ പറഞ്ഞത്? കാർബണും കാർബണിക സംയുക്തങ്ങളും വായുവിൽ കത്തുമ്പോഴുണ്ടാകുന്ന ഉൽപ്പന്ന വാതകമാണ് കാർബൺ ഡൈ ഓക്സൈഡ് എന്ന് പറയുന്നത്. തെളിഞ്ഞ ചുണ്ണാമ്പ് വെള്ളത്തെ പാൽ നിറമാക്കുന്ന വാതകമാണ് കാർബൺ ഡൈ ഓക്സൈഡ്. ഇനി കുറച്ച് കണ്ടെത്തലുകൾ നോക്കാം. ഇലക്ട്രോൺ കണ്ടെത്തിയത് ആരാണ്? ജെ തോംസൺ ആണ് അല്ലേ? ഇലക്ട്രോൺ കണ്ടെത്തിയത് ജെ തോംസൺ ആണ്. ജെ തോംസന്റെ കുറച്ച് മോഡൽസ് പറഞ്ഞില്ലേ? ഏതൊക്കെയായിരുന്നു? പ്ലം പുഡിംഗ് മോഡൽ, അതുപോലെ റൈസിംഗ് പുഡിംഗ് മോഡൽ, വാട്ടർമെലൺ മോഡലൊക്കെ കണ്ടുപിടിച്ചത് ആരാണെന്നാണ് നമ്മൾ പറഞ്ഞത്? ജെ തോംസന്റെ ആറ്റം മോഡലുകൾ അറിയപ്പെട്ടിരുന്ന പേരുകളാണ് അത് എന്ന് നമ്മൾ പറഞ്ഞു അല്ലേ? ഇനി പ്രോട്ടോൺ കണ്ടുപിടിച്ചത് ആരാണ്? പ്രോട്ടോൺ കണ്ടുപിടിച്ചത് റൂദർഫോർഡ് ആണ്. ഇനി ന്യൂട്രോൺ കണ്ടെത്തിയത് ആരാണ്? ന്യൂട്രോൺ കണ്ടെത്തിയത് ജെയിംസ് ചാഡ്വിക് ആണ് ന്യൂട്രോൺ കണ്ടെത്തിയത്. ഓക്സിജൻ കണ്ടെത്തിയത് ആരാണ്? ജോസഫ് പ്രീസ്ലി ആണ് ഓക്സിജൻ കണ്ടെത്തിയത്. മീഥെയ്ൻ കണ്ടുപിടിച്ചത് ആരാണ്? അലക്സാൻഡ്രോ വോൾട്ടോയാണ് മീഥെയ്ൻ കണ്ടുപിടിച്ചത്. ഐസോടോപ്പ് കണ്ടെത്തിയ വ്യക്തി ആരാണ്? ഫെഡറിക് സോഡിയാണ് ഐസോടോപ്പ് കണ്ടെത്തിയത്. മൂലകങ്ങളെ ലോഹങ്ങളെന്നും അലോഹങ്ങളെന്നിങ്ങനെ വേർതിരിച്ചത് ആരാണ്? ലാവോസിയർ ആണ് മൂലകങ്ങളെ ലോഹങ്ങളെന്നും അലോഹങ്ങളെന്നും വേർതിരിച്ചത്. മൂലകങ്ങളെ ത്രികങ്ങൾ ആയി വർഗീകരിച്ചത് ആരാണ്? ഡൊബറൈനർ ആണ് മൂലകങ്ങളെ ത്രികങ്ങളായി വർഗീകരിച്ചത്. ഇനി പ്രൊസിട്രോൺ കണ്ടുപിടിച്ചത് ആരാണ്? പ്രൊസിട്രോൺ കണ്ടുപിടിച്ചത് കാൾ ആൻഡേഴ്സൺ ആണ് പ്രൊസിട്രോൺ കണ്ടുപിടിച്ചത്. ആൻറ്റി പ്രോട്ടോൺ കണ്ടുപിടിച്ചത് ആരാണ്? ചേംബർലൈനും സെഗ്രെ ഇന്നുമാണ് ആൻറ്റി പ്രോട്ടോൺ കണ്ടുപിടിച്ചത്. ആൻറ്റി ന്യൂട്രോൺ കണ്ടുപിടിച്ചത് ആരാണ്? ബ്രൂസ് കോർക്കാണ് ആൻറ്റി ന്യൂട്രോൺ കണ്ടുപിടിച്ചത്. ഒരേ ആറ്റോമിക നമ്പറും വ്യത്യസ്ത മാസ് നമ്പറുമുള്ള ആറ്റങ്ങളെ പറയുന്ന പേരേതാണ്? ഒരേ ആറ്റോമിക നമ്പറും വ്യത്യസ്ത മാസ് നമ്പറുമുള്ള ആറ്റങ്ങളെ പറയുന്ന പേരുകളാണ് ഐസോടോപ്പുകൾ എന്ന് പറയുന്നത്. ഒരേ മാസ് നമ്പറും വ്യത്യസ്ത ആറ്റോമിക നമ്പറുമുള്ള വ്യത്യസ്ത മൂലകങ്ങളുടെ ആറ്റങ്ങളാണ് ഐസോബാർ. അതായത് ഒരേ മാസ് നമ്പറും വ്യത്യസ്ത ആറ്റോമിക നമ്പറുമുള്ള ആറ്റങ്ങളാണ് ഐസോബാറുകൾ എന്ന് പറയുന്നത്.
തുല്യ എണ്ണം ന്യൂട്രോണുകളും വ്യത്യസ്ത എണ്ണം പ്രോട്ടോണുകളുമുള്ള ആറ്റങ്ങൾ എന്താണ്? ഐസോട്ടോണുകളാണ്. ഒരേ എണ്ണം ന്യൂട്രോൺ അടങ്ങിയ ആറ്റങ്ങളാണ് എന്തെന്ന് പറയുന്നത്? ഐസോട്ടോണുകൾ എന്ന് പറയുന്നത്. അപ്പോൾ ഐസോട്ടോപ്പ് ഒരേ ആറ്റോമിക നമ്പറും വ്യത്യസ്ത മാസ് നമ്പറുമുള്ള മൂലകങ്ങളാണ്. ഒരേ ആറ്റോമിക നമ്പറും വ്യത്യസ്ത മാസ് നമ്പറുമുള്ള ഒരേ മൂലകങ്ങളുടെ വ്യത്യസ്ത ആറ്റങ്ങളാണ് ഐസോട്ടോപ്പുകൾ എന്ന് പറയുന്നത്. അതുപോലെ ഒരേ മാസ് നമ്പറും വ്യത്യസ്ത ആറ്റോമിക നമ്പറുമുള്ള ആറ്റങ്ങൾ ഏതാണ്? ഐസോബാറുകളാണ്. ഒരേ എണ്ണം ന്യൂട്രോണുകൾ അടങ്ങിയിട്ടുള്ള ആറ്റങ്ങൾ ഏതാണ്? ഐസോട്ടോണുകളാണ്. താഴെ കൊടുത്തിരിക്കുന്ന പദാർത്ഥങ്ങളെ ഒരേ എണ്ണം തന്മാത്രകളുള്ളവ ഏതെല്ലാമാണ് താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഒരേ എണ്ണം തന്മാത്രകളുള്ളത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. 1 36 ഗ്രാം ജലം, 2 32 ഗ്രാം ഓക്സിജൻ, 3 34 ഗ്രാം അമോണിയ, 4 45 ഗ്രാം ഗ്ലൂക്കോസ്. ഇതിൽ ഏതാണ് ഒരേ എണ്ണം തന്മാത്രകളുള്ളവ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അതിൽ ഒരേ എണ്ണം തന്മാത്രകൾ എന്നൊക്കെയാണ് 36 ഗ്രാം ജലവും അതുപോലെ 34 ഗ്രാമുള്ള അമോണിയക്കുമാണ് ഒരേ എണ്ണം തന്മാത്രകൾ ഉള്ളത്. ഇലക്ട്രിക് ബൾബിലെ വായു നീക്കം ചെയ്യുന്നത് എന്തുകൊണ്ടാണ് ഇലക്ട്രിക് ബൾബിലെ വായു നീക്കം ചെയ്യുന്നത്? ബൾബിലെ ഫിലമെന്റ് ഓക്സിജന്റെ സാന്നിധ്യത്തിൽ കത്തി ഓക്സൈഡ് ആകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്? ഇലക്ട്രിക് ബൾബിലെ വായു നീക്കം ചെയ്യുന്നത്. എന്തിന്? ബൾബിലെ ഫിലമെന്റ് ഓക്സിജന്റെ സാന്നിധ്യത്തിൽ കത്തി ഓക്സൈഡ് ആകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇലക്ട്രിക് ബൾബിലെ വായു നീക്കം ചെയ്യുന്നത്. എന്തിനാണ് ഇലക്ട്രിക് ബൾബിൽ അലസവാതകം നിറയ്ക്കുന്നത്? ബാഷ്പീകരണം പരമാവധി കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഇലക്ട്രിക് ബൾബിൽ അലസവാതകം നിറയ്ക്കുന്നത്. ഇൻകാൻ ലാമ്പുകളിൽ അലസവാതകത്തിന് പകരമായി നിറക്കുന്ന വാതകം ഏതാണ്? നമ്മൾ പറഞ്ഞു ഇലക്ട്രിക് ബൾബിൽ അലസവാതകം നിറയ്ക്കുന്നത് ബാഷ്പീകരണം കുറയ്ക്കാനാണെന്ന് പറഞ്ഞു. ഇനി ഇൻകാൻ ലാമ്പുകളിൽ അലസവാതകത്തിന് പകരമായി നിറയ്ക്കുന്ന വാതകം ഏതാണെന്ന് ചോദിച്ചാൽ അത് നൈട്രജൻ ആണ്. എന്താണ്? നൈട്രജൻ ആണ്. ഇനി ഹൈഡ്രജനെ കുറിച്ച് കുറച്ച് നോക്കാം. ഭാവിയിലെ ഇന്ധനം എന്നറിയപ്പെടുന്നത് എന്താണ്? ഹൈഡ്രജൻ ആണ്. ഭാവിയിലെ ഇന്ധനം എന്നറിയപ്പെടുന്നത് ഹൈഡ്രജൻ ആണ്. ജലം ഉൽപ്പാദിപ്പിക്കുന്നത് എന്ന അർത്ഥം വരുന്ന മൂലകം ഏതാണ്? അതും ഹൈഡ്രജൻ ആണ്. ആറ്റോമിക് നമ്പറും മാസ് നമ്പറും ഒന്നായ മൂലകമാണ് ഹൈഡ്രജൻ എന്ന് പറയുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞു അല്ലേ, ന്യൂക്ലിയസിൽ എന്തില്ലാത്ത മൂലകമാണെന്ന്? ന്യൂട്രോൺ ഇല്ലാത്ത മൂലകമാണ് ഹൈഡ്രജൻ എന്ന് പറഞ്ഞു. പ്രപഞ്ചത്തിൽ ഏറ്റവും കൂടുതലുള്ള മൂലകം ഏതാണ്? പ്രപഞ്ചത്തിൽ ഏറ്റവും കൂടുതലുള്ള മൂലകം ഹൈഡ്രജൻ ആണ്. രണ്ടാമതുള്ളത് ഏതാണ്? ഹീലിയമാണ്. വനസ്പതി നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന മൂലകം ഏതാണ്? വനസ്പതി നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന മൂലകം ഹൈഡ്രജൻ ആണ്. മാസ് നമ്പർ 2 ഹൈഡ്രജന്റെ ഐസോട്ടോപ്പ് ഏതാണ്? ഡ്യൂട്ടീരിയം. നമ്മൾ പറഞ്ഞു ഹൈഡ്രജന്റെ ആറ്റോമിക നമ്പറും മാസ് നമ്പറും ഒന്നാണെന്ന് പറഞ്ഞു അല്ലേ, ഒന്നായ മൂലകമാണെന്ന് പറഞ്ഞു അല്ലേ. അപ്പോൾ മാസ് നമ്പർ 2 ഹൈഡ്രജന്റെ ഐസോട്ടോപ്പ് ഏതാണെന്ന് ചോദിച്ചാൽ അത് ഡ്യൂട്ടീരിയം ആണ്. ഹൈഡ്രജന്റെ ബാക്കിയുള്ള ഐസോട്ടോപ്പുകൾ ഏതൊക്കെയാണ്? ഹൈഡ്രജന്റെ 3 ഐസോട്ടോപ്പാണ് പ്രോട്ടിയം, ഡ്യൂട്ടീരിയം, ട്രീഷ്യം എന്ന് പറയുന്നത്. അപ്പോൾ ഏതൊക്കെയാണ് ഹൈഡ്രജന്റെ ഐസോട്ടോപ്പുകൾ? പ്രോട്ടിയം, ഡ്യൂട്ടീരിയം, ട്രീഷ്യം എന്നതാണ്. മാസ് നമ്പർ 2 ഹൈഡ്രജന്റെ ഐസോട്ടോപ്പ് ഏതാണെന്ന് ചോദിച്ചാൽ അത് ഡ്യൂട്ടീരിയം ആണ്. ഏറ്റവും ലളിതമായ ഹൈഡ്രജന്റെ ഐസോട്ടോപ്പ് ഏതാണ്? പ്രോട്ടിയം ആണ്. ഏറ്റവും ലളിതമായ ഹൈഡ്രജന്റെ ഐസോട്ടോപ്പാണ് പ്രോട്ടിയം എന്ന് പറയുന്നത്. ന്യൂക്ലിയർ റിയാക്ടറുകളിൽ ഉപയോഗിക്കുന്ന ഹൈഡ്രജന്റെ ഐസോട്ടോപ്പ് ഏതാണ്? ഡ്യൂട്ടീരിയം ആണ്. ന്യൂക്ലിയർ റിയാക്ടറുകളിൽ ഉപയോഗിക്കുന്ന ഹൈഡ്രജന്റെ ഐസോട്ടോപ്പ് എന്ന് പറയുന്നത്. റേഡിയോ ആക്റ്റീവായ ഹൈഡ്രജന്റെ ഐസോട്ടോപ്പ് ഏതാണ്? റേഡിയോ ആക്റ്റീവായ ഹൈഡ്രജന്റെ ഐസോട്ടോപ്പാണ് ട്രീഷ്യം എന്ന് പറയുന്നത്. പ്രപഞ്ചത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ഹൈഡ്രജന്റെ ഐസോട്ടോപ്പ് ഏതാണ്? പ്രോട്ടിയം ആണ് പ്രപഞ്ചത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ഹൈഡ്രജന്റെ ഐസോട്ടോപ്പ് എന്ന് പറയുന്നത്. സ്വയം ജ്വലിക്കുന്ന വാതകമാണ് ഹൈഡ്രജൻ എന്ന് പറയുന്നത്. അപ്പോൾ സ്വയം ജ്വലിക്കുന്ന വാതകം ഏതാണ്? ഹൈഡ്രജൻ ആണ് സ്വയം ജ്വലിക്കുന്ന വാതകം എന്നറിയപ്പെടുന്നത്. നമ്മൾ പറഞ്ഞു പ്രപഞ്ചത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മൂലകം ഹൈഡ്രജൻ ആണ്. രണ്ടാമത്തെ ഏതാണെന്നാണ് പറയുന്നത്? ഹീലിയം ആണെന്ന് പറഞ്ഞു അല്ലേ. അന്തരീക്ഷത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മൂലകം ചോദിച്ചാൽ ഏതാണ്? അന്തരീക്ഷത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മൂലകം നൈട്രജൻ ആണ്. അന്തരീക്ഷത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മൂലകം എന്ന് പറയുന്നത്. അന്തരീക്ഷത്തിൽ നൈട്രജന്റെ അളവ് എന്ന് പറയുന്നത് എത്രയാണ്? 78%. ചിരിപ്പിക്കുന്ന വാതകം എന്നറിയപ്പെടുന്ന മൂലകം ഏതാണ്? നൈട്രസ് ഓക്സൈഡ് ആണ്. നൈട്രസ് ഓക്സൈഡ് ആണ് ചിരിപ്പിക്കുന്ന വാതകം എന്നറിയപ്പെടുന്നത്. അപ്പോൾ പ്രപഞ്ചത്തിൽ ഏറ്റവും കൂടുതൽ ഹൈഡ്രജൻ, അന്തരീക്ഷത്തിൽ ഏറ്റവും കൂടുതൽ നൈട്രജൻ ആണ്. ഭൂവൽക്കത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മൂലകം ഏതാണ്? ഭൂവൽക്കത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മൂലകം എന്ന് പറയുന്നത് ഓക്സിജൻ ആണ്. ഭൂവൽക്കത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മൂലകം ഏതാണ്? ഓക്സിജൻ ആണ്.
ഓക്സിജൻ കണ്ടെത്തിയത് ആരാണ്? ജോസഫ് പ്രീസ്ലി ആണ് ഓക്സിജൻ കണ്ടെത്തിയത്. ഭൂവൽക്കത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന രണ്ടാമത്തെ മൂലകം ഏതാണെന്ന് ചോദിച്ചാൽ സിലിക്കൺ ആണ്. ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത് ഓക്സിജനും രണ്ടാമത് സിലിക്കണുമാണ്. അപ്പോൾ മറക്കരുത്, പ്രപഞ്ചത്തിൽ ഹൈഡ്രജൻ, അന്തരീക്ഷത്തിൽ നൈട്രജൻ, ഭൂവൽക്കത്തിൽ ഏതാണ്? ഓക്സിജൻ ആണ്. ഇനി നമ്മൾ നേരത്തെ ഹരിതഗൃഹ വാതകങ്ങളെക്കുറിച്ച് പറഞ്ഞു അല്ലേ. താഴെ പറയുന്നവയിൽ ഹരിതഗൃഹ വാതകം അല്ലാത്തത് ഏത് എന്നൊരു ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. അത് 2021 LDCയിൽ ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്. ഓപ്ഷൻ എ ഹീലിയം, ഓപ്ഷൻ ബി കാർബൺ ഡൈ ഓക്സൈഡ്, ഓപ്ഷൻ സി മീഥേൻ, ഓപ്ഷൻ ഡി ക്ലോറോ ഫ്ലൂറോ കാർബൺ. ഇതിൽ നമ്മൾ നേരത്തെ ക്വസ്റ്റ്യനിൽ എന്ത് പറഞ്ഞു? കാർബൺ ഡൈ ഓക്സൈഡ് ഹരിതഗൃഹ വാതകം ആണെന്ന് പറഞ്ഞു. അതുപോലെ ക്ലോറോ ഫ്ലൂറോ കാർബൺ അത് നമ്മൾ സാധാരണ പഠിച്ചുകൊണ്ടിരിക്കുന്നതാണ് അല്ലേ. അപ്പോൾ അതും ഹരിതഗൃഹ വാതകമാണ്. അപ്പോൾ ഇതിൽ ഹരിതഗൃഹ വാതകം അല്ലാത്ത ഏതാണ്? ഹീലിയമാണ്. അപ്പോൾ മീഥേൻ, കാർബൺ ഡൈ ഓക്സൈഡ്, ക്ലോറോ ഫ്ലൂറോ കാർബൺ എന്നിവ എന്താണ്? ഹരിതഗൃഹ വാതകമാണ്. ഭൂമിയിൽ നിന്ന് തിരികെ പോകുന്ന താപകിരണങ്ങൾ വീണ്ടും ഭൂമിയിലെത്തുന്ന പ്രതിഭാസമാണ് ഹരിതഗൃഹ വാതകങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ ഹരിതഗൃഹ വാതകത്തിന് കാരണമാകുന്ന ഏതൊക്കെയാണ്? കാർബൺ ഡൈ ഓക്സൈഡ്, മീഥേൻ, ക്ലോറോ ഫ്ലൂറോ കാർബൺ, നൈട്രസ് ഓക്സൈഡ് ഒക്കെ ഹരിതഗൃഹ പ്രഭാവത്തിന് കാരണമാകുന്ന വാതകങ്ങളിൽ പെടുന്നതാണ്. അപ്പോൾ എന്താണ് ഹരിതഗൃഹ പ്രഭാവം എന്ന് പറയുന്നത്? ഭൂമിയിൽ നിന്ന് തിരികെ പോകുന്ന താപകിരണങ്ങൾ വീണ്ടും ഭൂമിയിലെത്തുന്ന പ്രതിഭാസമാണ് ഹരിതഗൃഹ പ്രഭാവം എന്ന് പറയുന്നത്. ഹരിതഗൃഹ പ്രഭാവത്തിൻ്റെ ഫലമായി ഭൂമിയുടെ താപനില കൂടുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ആഗോള താപനം എന്ന് പറയുന്നത്. ഈ ഹരിതഗൃഹ പ്രഭാവം കണ്ടെത്തിയത് ആരാണെന്ന് ചോദിച്ചാൽ ജോസഫ് ഫോറിയർ ആണ് ഹരിതഗൃഹ പ്രഭാവം കണ്ടെത്തിയത്. ഓക്കെ, അതാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ ക്ലാസ് എന്ന് പറയുന്നത്. നമ്മൾ വളരെ കുറച്ച് കാര്യങ്ങൾ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഇലക്ട്രോണിനെ കുറിച്ച് പറഞ്ഞു, ന്യൂട്രോണിനെ കുറിച്ച് വളരെ കുറച്ച് കാര്യം ന്യൂട്രോണിനെ കുറിച്ച് പറഞ്ഞു, അതുപോലെ ഹൈഡ്രജനെ കുറിച്ച് പറഞ്ഞു, ഹരിതഗൃഹ പ്രഭാവത്തെക്കുറിച്ച് പറഞ്ഞു, കാർബൺ ഡൈ ഓക്സൈഡിനെ കുറിച്ചാണ് നമ്മൾ ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയി പറഞ്ഞത്. പിന്നെ ഓരോരുത്തരുടെ കണ്ടെത്തലുകളെയും കുറിച്ചും പറഞ്ഞു. ഇതാണ് നമ്മുടെ ഇന്നത്തെ ക്ലാസ് എന്ന് പറയുന്നത്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും പുതിയൊരു ക്ലാസ്സുമായി വരുന്നത് വരെ ഓക്കെ, ബൈ.